സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. അവതരണം സിന്ധു അശോക്. നീയാണോ അത് ചെയ്തത്? സത്യമേ എന്നോട് പറയാവൂ. ലക്ഷ്മി മേനോൻ ആകെ മാറിയിരുന്നു. അതെ, ഒട്ടും പതർച്ച കൂടാതെയാണ് ചോട്ടു സമ്മതിച്ചത്. എങ്കിൽ വാ. ചോട്ടുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ കാറിനടുത്തേക്ക് നടന്നു. കോടതിയിൽ നീ കുറ്റം സമ്മതിക്കുന്നതും നിനക്ക് കോടതി ജീവപര്യന്തമോ കൊലക്കയറോ വിധിക്കുന്നതും എനിക്ക് കാണണം, കേൾക്കണം. നിനക്ക് ജന്മം തന്നതിന് ശിക്ഷയായിക്കൊള്ളട്ടെ അത്. ചോട്ടുവും അമ്മയും കാറിൽ കയറി. അമ്മ ലക്ഷ്മി മേനോൻ നന്ദിതയെയും വിളിച്ചു. വരൂ കുട്ടി, വന്ന് കാറിൽ കയറിക്കോളൂ. ഗിരിയേട്ടനോ എനിക്കോ വേണ്ടിയാണ് ചോട്ടുവേട്ടൻ കുറ്റം ഏൽക്കുന്നതെങ്കിൽ നന്ദിത മടിച്ചു നിന്നു. അല്ല, അമ്മ പറഞ്ഞു. അവൻ കൊലപാതകിയാണ്. ഇനിയെങ്കിലും അവനെ കുറ്റം ഏൽക്കാൻ അനുവദിക്കൂ. ലക്ഷ്മി മേനോൻ ബലമായി നന്ദിതയെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി. മുന്നിൽ ചോട്ടു, പിന്നിൽ നന്ദിതയും ലക്ഷ്മി മേനോനും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആരും കാണാതെ ചോട്ടു കണ്ണുനീർ തുടച്ചു. ചുണ്ട് കടിച്ചു പിടിച്ച് സങ്കടം നിയന്ത്രിച്ചിട്ടും അമ്മയുടെ കവിളിലൂടെയും ചാലുകൾ ഒഴുകി. നന്ദിതയാണെങ്കിൽ ഇരു കൈത്തലങ്ങളും കൊണ്ട് മുഖം പൊത്തി ഉറക്കെ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. കോടതിയിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ മിസ്സിസ് മാഗി റൊസാരിയ ഉണ്ടായിരുന്നു. ശ്യാം സുന്ദറിൻ്റെ ശത്രുക്കളെയും ബന്ധുക്കളെയും കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിലാണ് അനാഥനായ അവനെ ഓർഫനേജിൽ സ്പോൺസർ ചെയ്തിരുന്ന ആൻ്റണി ഡിമ്മോയെക്കുറിച്ച് പോലീസിന് അറിവ് കിട്ടിയത്. ആൻ്റണി ഡിമ്മോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നതിനാൽ അന്വേഷണം ഡിമ്മോയുടെ സഹോദരിയായ മാഗി റൊസാരിയയിലേക്ക് നീണ്ടു. ചോട്ടുവിനെ വിളിച്ച് അല്പം മാറ്റി നിർത്തി മാഗി മദാമ അറിയിച്ചു. ഇന്ന് എന്നെ വിചാരണ ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളുടെ കേസിനെ ഒരു വഴിത്തിരിവിലെത്തിക്കാൻ പോകുന്ന ചിലതൊക്കെ പറയാൻ എനിക്ക് കഴിയും. വിശേഷിച്ചും ശ്യാമിനെക്കുറിച്ച്. അവനെക്കുറിച്ച് ആരും അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അവയ്ക്ക് ചിലപ്പോൾ മോനെയും ഗിരിയെയും രക്ഷിക്കാനും കഴിഞ്ഞെന്നും വരും. ഗിരിയെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ എന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും ഒന്നിനും കഴിയില്ല. അതെന്താ മോനെ? മാഗി മേഡത്തിന് ഞെട്ടൽ. ഞാൻ കുറ്റം ഏൽക്കാൻ പോവുകയാണ്. കുറ്റമോ? അതെ, ഞാനാണ് ശ്യാം സുന്ദറെ കൊന്നത്. പറഞ്ഞതും ചോട്ടു തിരിഞ്ഞു നടന്നു. കോടതി കൂടിയപ്പോൾ ആദ്യം ന്യായാധിപന് മുന്നിലേക്ക് വിളിക്കപ്പെട്ടത് ഗിരിധറായിരുന്നു. ലോക്കപ്പ് ചാടിയ ഗിരിധർ പോലീസ് അകമ്പടിയോടെയാണ് ന്യായാസനത്തിന് മുന്നിലെത്തിയത്. ഒരു നിമിഷം കൈകെട്ടി നിശബ്ദം മുഖം കുനിച്ചു നിന്ന ഗിരിധർ സാവധാനം മുഖമുയർത്തി. ചോദ്യം ഉണ്ടാകും മുമ്പേ അവൻ പറഞ്ഞു തുടങ്ങി. ബഹുമാനപ്പെട്ട കോടതി, എന്നോട് പൊറുക്കണം. എനിക്ക് മതിയായി. ജീവിതത്തിലും ജീവനിലുമുള്ള കൊതി തീർന്നു. അതുകൊണ്ട് ഞാൻ കുറ്റം ഏൽക്കുകയാണ്. ഞാനാണ് ശ്യാം സുന്ദറെ കൊന്നത്. ഞാൻ തന്നെയാണ് ചെയ്തത്. അവൻ കോടതിയെ മൊത്തം നടുക്കിയ കുറ്റസമ്മതമായിരുന്നു അത്. കുറ്റം ഏറ്റുപറഞ്ഞതോടെ ഗിരി നിരപരാധിയാണോ എന്നായി പലർക്കും സംശയം. ഗിരിക്കെതിരെ സാക്ഷി പറഞ്ഞവർക്ക് പോലും. ഗിരിയെ ജീവപര്യന്തത്തിൽ കുരുക്കാൻ ഘോരം വാദിച്ച അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ളയ്ക്ക് പോലും. അപ്പോൾ പിന്നെ ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റമേൽക്കാൻ സന്നദ്ധനായിരുന്ന ചോട്ടുവിൻ്റെ അവസ്ഥ പറയണോ? ഏറ്റവും അധികം തകർന്നു പോയത് അമ്മുവും നന്ദിതയുമാണ്. ഇല്ല, ഗിരിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ കുറ്റസമ്മതം ശരിയല്ല. അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചറിയിക്കാൻ അമ്മുവും നന്ദിതയും ഒരുപോലെ ആഗ്രഹിച്ചു. പക്ഷേ കുറ്റവാളിയായി തെളിവുകൾ സഹിതം പോലീസ് പിടിച്ച് കോടതിയെ ഏൽപ്പിച്ച മനുഷ്യൻ പരസ്യമായി കുറ്റം ഏറ്റാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനാവും? ഗിരിയേട്ടനാണ് ശ്യാം സുന്ദറെ കൊന്നതെന്ന് ഉറപ്പിക്കാൻ കോടതിക്ക് ഒരുപാട് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഗിരിയേട്ടനല്ല അത് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ തങ്ങളുടെ മനസാക്ഷിയല്ലാതെ ഒരു തെളിവും കൈവശം ഇല്ലതാനും. പെട്ടെന്നാണ് കോടതി മുറിയിൽ വീണ്ടും നടുക്ക സൃഷ്ടിച്ചുകൊണ്ട് ചോട്ടുവിൻ്റെ ശബ്ദം ഉയർന്നത്. ഈ കുറ്റസമ്മതം സത്യവിരുദ്ധമാണ്. ഗിരിധർ അല്ല അത് ചെയ്തത്. ശ്യാം സുന്ദറിനെ കൊന്ന ആളിനെ എനിക്കറിയാം. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ആ കൊലപാതകിയെ. കുറേ സമയത്തേക്ക് കോടതി മുറിയിൽ വലിയ ചലനം. ഒടുവിൽ ന്യായാധിപൻ്റെ സൈലൻസ് എന്ന ആജ്ഞയ്ക്ക് ആ ബഹളം ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. ഗിരിധറിന് പകരം ന്യായാസനത്തിന് മുന്നിൽ ചോട്ടു എത്തി. കഴിഞ്ഞ ദിവസം വരെ ഗിരിധറിനെതിരെ കോടതിയിൽ തെളിവുകൾ നിരത്തിയ ആളല്ലേ നിങ്ങൾ? വാദിഭാവം വക്കീൽ ചോട്ടുവിനോട് ആരാഞ്ഞു. അതെ, ചോട്ടു സമ്മതിച്ചു. അപ്പോഴൊന്നും ഗിരിധർ നിരപരാധിയാണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗിരിധറെ മനഃപൂർവ്വം കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വേണമോ കരുതാൻ? അതെ, കാരണം കുറ്റവാളിയായ ആളെ രക്ഷിക്കാൻ. അപ്പോൾ കുറ്റവാളി നിങ്ങൾക്ക് വളരെ സ്വന്തപ്പെട്ട ആളായിരിക്കുമല്ലോ. അതെ, ആരാണ് അയാൾ? ചോട്ടു സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. ഈ ഞാൻ തന്നെ. ഗിരിധർ സ്തബ്ധനായി. ഇവൻ പറയുന്നത് നേരാണോ? താൻ സംശയിച്ചതുപോലെ ഇവൻ തന്നെയാണോ അത് ചെയ്തത്? താൻ കുറ്റമേറ്റപ്പോഴുള്ള മനസാക്ഷി കുത്തുകൊണ്ട് സത്യം തുറന്നു പറയാൻ തയ്യാറായത്. നിരപരാധിയാണെങ്കിൽ അവൻ തനിക്ക് വേണ്ടി കുറ്റം ഏൽക്കേണ്ട ആവശ്യമില്ല. അവന് വേണ്ടി താൻ ആ ത്യാഗത്തിന് ഇറങ്ങി കഴിഞ്ഞുവല്ലോ. ചോട്ടുവേട്ടൻ തന്നെയാവുമോ അത് ചെയ്തത്? അമ്മുവിനും. എന്നാലും അത് ചെയ്തിട്ട് തൻ്റെ ഏട്ടൻ്റെ ശിരസിൽ കുറ്റം ചാമത്താൻ ചോട്ടുവിന് കഴിഞ്ഞല്ലോ. താൻ മനസ്സിലാക്കിയ ചോട്ടുവേട്ടന് അത് കഴിയുമായിരുന്നില്ല. എന്നാൽ നന്ദിതയ്ക്ക് മാത്രം തീർച്ചയുണ്ടായിരുന്നു ചോട്ടു അത് ചെയ്തിട്ടില്ലെന്ന്. ഗിരിയേട്ടനെ രക്ഷിക്കാൻ ചോട്ടുവേട്ടൻ സ്വയം കുറ്റം ഏൽക്കുകയാണെന്ന്.
അതിനു മുമ്പേ ഗിരിയേട്ടൻ കുറ്റം ഏൽക്കുകയും ചെയ്തിരുന്നു. രണ്ടുപേരും നിരപരാധികളാണെന്ന് തനിക്കു മാത്രമേ അറിയൂ. നിരപരാധികൾ കുറ്റം ഏൽക്കുമ്പോൾ യഥാർത്ഥ അപരാധി എവിടെയോ ഒളിച്ചിരിക്കുന്നു. നിങ്ങളാണ് അത് ചെയ്തതെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അഭിഭാഷകൻ ചോദിച്ചു. കഴിയും, ചോട്ടു സമ്മതിച്ചു. ഞാനും ശ്യാംസുന്ദറും ബദ്ധ ശത്രുക്കളായിരുന്നു. കാരണം എനിക്കൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. ഞാൻ ജീവനുപരി സ്നേഹിച്ചിരുന്ന പെൺകുട്ടി. ചോട്ടുവിൻ്റെ കണ്ണ് വിടറി. ശ്യാംസുന്ദർ അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. അമ്മൂന് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അവൾ മുഖം കുനിച്ചു നിന്നു. ഒരിക്കൽ ഞാനും ശ്യാംസുന്ദറും തമ്മിൽ നോർത്തിലുള്ള എൻ്റെ ഓഫീസിൽ വെച്ച് വഴക്കുണ്ടാക്കി. നോർത്ത് ഓഫീസിലെ മുഴുവൻ ജീവനക്കാർക്കും ആ സംഭവം അറിയാം. അവരെല്ലാം ദൃക്സാക്ഷികളുമായിരുന്നു. അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ള അമർഷം അടക്കാനാവാതെ പല്ലുകൾ ഞെരിച്ചു. കൈകൾ കൂട്ടി. കുറ്റം ഏൽക്കാനായിരുന്നെങ്കിൽ ഇവനൊക്കെ വക്കീലിനെ ആശ്രയിച്ചതെന്തിന്? തങ്ങളെ കൂടി നാണം കെടുത്താനോ? കോടതിക്കുള്ളിലായിരുന്നത് കൊണ്ടാണ് ഗോവിന്ദപിള്ള കാർക്കിച്ച് തുപ്പാതിരുന്നത്. ഗോവിന്ദപിള്ളയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യത്തേതായിരുന്നു ഇങ്ങനെയൊരു സംഭവം. ആദ്യത്തെ നിങ്ങളുടെ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ വിശദീകരണങ്ങൾ. വാദിഭാവം വക്കീൽ ചോട്ടുവിനോട് ചോദിച്ചു. ഇപ്പോഴാണ് ഞാൻ സത്യം പറയുന്നത്. ഇപ്പോൾ ചോട്ടു പറയുന്നത് സത്യമാണെന്ന് ഗിരിക്കും അമ്മൂനും നന്ദിതയ്ക്കും അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കുറ്റസമ്മതം അതും സത്യമായിരിക്കുമോ? ത്രസിക്കുന്ന ഹൃദയങ്ങളോടെ അവർ കാത്തുനിന്നു. പ്രൊസീഡ്, വക്കീൽ ചോട്ടുവിനെ പ്രേരിപ്പിച്ചു. ശ്യാംസുന്ദർ എൻ്റെ മനസ്സമാധാനത്തിനൊരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് അവനെ എങ്ങനെയും വകവരുത്താൻ ഞാൻ തീരുമാനിച്ചു. ചോട്ടു കിതച്ചു. അങ്ങനെ ഒരു ദുർമ്മല നിമിഷത്തിൽ അത് സംഭവിച്ചു. നിങ്ങൾ ശ്യാംസുന്ദറിനെ കൊന്നു? വക്കീലിന് പോലും വിമ്മിട്ടം. അതെ, കൊന്നു കഴിഞ്ഞതും അത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. എന്നിട്ട് ശവം എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കാറിനുള്ളിൽ അത് കൊണ്ടുപോകാൻ എനിക്ക് ഭയം. കാരണം വല്ല സംശയവും തോന്നി. പിന്നീട് പോലീസ് എൻ്റെ കാർ പരിശോധിച്ചാൽ വല്ല ചോരക്കറിയോ മറ്റോ കണ്ടുപിടിച്ചാലോ? ഭാഗ്യത്തിന് ഗിരിയുടെ കാറിൻ്റെ താക്കോൽ വിഷ്ണുഗോപാല ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ ഏറ്റിരുന്നു. അതുകൊണ്ട് ഗിരിയുടെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ ഞാൻ സാധനം പാക്ക് ചെയ്തു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അമ്മയെയും ഒപ്പം കൂട്ടി. അമ്മയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴുവിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ട ശേഷം സാധനം എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ദൗർഭാഗ്യത്തിന് ഒരിടത്തും എനിക്കതിനുള്ള സൗകര്യം കിട്ടിയില്ല. ഒടുവിൽ കാറുമായി ഞാൻ ഒരു വിധത്തിൽ ഗിരിയുടെ വീട്ടിലെത്തി. ഗിരിയാണെങ്കിൽ പുറത്തു പോകാനായി കാർ തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. ചോട്ടു ഒന്ന് നിർത്തി. അങ്ങനെയാണ് ഗിരിയുടെ കാറിൻ്റെ ഡിക്കിയിൽ ശ്യാംസുന്ദറിൻ്റെ ശവം വന്നു ചേർന്നത്. ഗിരിധറും അമ്മുവും നന്ദിതയും സ്തബ്ധരായി നിൽക്കുകയാണ്. ശ്യാംസുന്ദറിൻ്റെ ശവം പാക്ക് ചെയ്യാനായി നിങ്ങൾ ഉപയോഗിച്ച TV കവർ? വക്കീൽ ചോദിച്ചു. ചോട്ടു ഒന്ന് പതറി. പിന്നെ ധൃതിയിൽ പറഞ്ഞു. ഗിരിയുടെ വിഷൻ്റെ കവർ ഒരിക്കൽ സൗത്തിലെ ഓഫീസിൻ്റെ സ്റ്റോറിൽ ഗിരി കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ ഗിരിധറെ മനഃപൂർവ്വം കൊലക്കുറ്റത്തിൽ കുരുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണ്. ചോട്ടു വീണ്ടും പതറി. പിന്നെ സമ്മതിച്ചു. അതെ. ഗിരിയോട് വൈരാഗ്യത്തിനുള്ള കാരണം? ഗിരിയോട് വൈരാഗ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അയാളെ കുരുക്കാൻ നോക്കിയത്? TV കവറിൽ പാക്ക് ചെയ്യാതെയും ശവം ഡിക്കിയിൽ വയ്ക്കാമായിരുന്നല്ലോ. പക്ഷേ അത് പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ ആ പാക്കറ്റ് സൗകര്യപ്രദമായിരിക്കുമെന്ന് കരുതി. ആര് കണ്ടാലും TV സെറ്റാണെന്നല്ലേ കരുതൂ? ശരി തന്നെ. പക്ഷേ അതിനായി ഗിരിയുടെ TV സെറ്റിൻ്റെ കവർ തന്നെ ഉപയോഗിച്ചതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് കൈവശം വന്നത് അതായിരുന്നു. പിന്നെ ഗിരി കുരുക്കിലായാൽ ഞങ്ങളുടെ രണ്ടാളുടേതുമായ സ്ഥാപനം എൻ്റെ മാത്രമാക്കാമല്ലോ എന്നും വ്യാമോഹിച്ചു. അപ്പോൾ നിങ്ങൾ ശ്യാംസുന്ദറിനെ കൊന്നത് ശ്യാംസുന്ദറോടുള്ള വൈരാഗ്യം കൊണ്ടോ അതോ ഗിരിധറോടുള്ള വൈരാഗ്യം കൊണ്ടോ? ചോട്ടുവിന് ഉത്തരം മുട്ടി. ഒടുവിൽ പറഞ്ഞു. രണ്ടുപേരോടും വൈരാഗ്യം ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കുരുക്കാമല്ലോ എന്നും വിചാരിച്ചു. ഗിരിയുടെ കണ്ണുകൾ ചെറുതായി. അമ്മ വെറുപ്പിൽ മുഖം വെട്ടിത്തിരിച്ചു. ഗിരിയേട്ടന് വേണ്ടി ചോട്ടു ചെയ്യാത്ത കുറ്റം ഏൽക്കുകയാണോ അതോ ചെയ്ത കുറ്റം സമ്മതിക്കുകയാണോ? നന്ദിതയ്ക്ക് പോലും സംശയം. എന്നാൽ ചോട്ടുവിനെ ചോദ്യം ചെയ്തിരുന്ന വക്കീലിൻ്റെ ചുണ്ടിൽ അവിശ്വാസത്തിൻ്റെ ചിരി ഊറി. എങ്കിൽ പിന്നെ ഇപ്പോൾ കുറ്റം സമ്മതിക്കാൻ കാരണം? എൻ്റെ പഴയ മനസ്സു മാറി. അതിൻ്റെ കാരണമാണ് ചോദിച്ചത്. കാരണം എനിക്കറിയില്ല. എങ്കിൽ നിങ്ങൾ പറയൂ. ശ്യാംസുന്ദറെ നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെ കൊന്നു? കഴുത്തിൽ ഉടഞ്ഞ മദ്യക്കുപ്പി കുത്തിയിറുക്കി. എവിടെ വെച്ച്? പെട്ടെന്നാണ് ചോദ്യം. ചോട്ടു ശരിക്കും പതറി. അവൻ മറുപടിയില്ലാതെ നിന്നുപോയി. വക്കീൽ പൊട്ടിച്ചിരിച്ചു. പാവം പയ്യൻ സമർത്ഥമായി ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു. ആ സ്ഥലത്തെക്കുറിച്ച് ഊഹിക്കാൻ മാത്രം കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിച്ചതുമില്ല. കുറ്റം ഏൽക്കാൻ കോടതിക്ക് ആരെയെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയല്ലോ എന്നങ്ങ് വിചാരിച്ചു പോയി ഇല്ലേ? അപ്പോഴാണ് കോടതി മുറിയിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദസ്വരം ഉയർന്നത്. ഞാൻ പറയാം ആ സ്ഥലം. കോടതിയെ നടുക്കിയ ആ സ്വരം മിസ്സിസ് മാഗി റൊസാരിയുടേതായിരുന്നു. ഏതാനും മിനിറ്റുകളിലേക്ക് കോടതി നിശബ്ദമായി. എല്ലാ കണ്ണുകളും മായിമേടത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു.
സാക്ഷിക്കൂട്ടിൽ മിസ്സിസ് മാഗി എത്തി. മാഗി എന്ന മാർഗരറ്റിൻ്റെ ഭർത്താവ് മിസ്റ്റർ റൊസാരിയോയും 3 പെൺമക്കളും കോടതിയിൽ സന്നിഹിതരായിരുന്നു. മിസ്സിസ് മാർഗരറ്റിന് കൊല്ലപ്പെട്ട ശ്യാംസുന്ദറെ അറിയാമല്ലോ അല്ലേ? വക്കീൽ മാഗി മേഡത്തോട് ചോദിച്ചു. അറിയാം. ശ്യാംസുന്ദർ കൊല്ലപ്പെട്ടതായി അറിഞ്ഞപ്പോൾ താങ്കളുടെ പ്രതികരണം എന്തായിരുന്നു? മാഗി വീണ്ടും ഭർത്താവ് നിൽക്കുന്നിടത്തേക്ക് നോക്കി. മിസ്റ്റർ റൊസാരിയോയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. മാഗിയുടെ മുഖം ധർമ്മസങ്കടത്താൽ ദീനവുമായി. പറയൂ, അഭിഭാഷകൻ നിർബന്ധിച്ചു. സത്യം വേണമല്ലോ കോടതിയെ ബോധിപ്പിക്കാൻ. അങ്ങനെയൊരു പ്രതിജ്ഞയോടെയാണല്ലോ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. എങ്കിൽ ശ്യാംസുന്ദർ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. മാഗി മേഡം മുഖം പൊത്തി ഏങ്ങലടിച്ചു. റൊസാരിയോ സാഹിബ് കുറച്ചുകൂടി പിന്നിലേക്ക് മറിഞ്ഞു നിന്നു. ശ്യാംസുന്ദർ ഈ നഗരത്തിൽ തികച്ചും കുപ്രസിദ്ധനായിരുന്നല്ലോ. ഒരുപാട് ചീത്തക്കഥകൾ അയാളെക്കുറിച്ച് പ്രചരിച്ചിരുന്നു, വിശേഷിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി. അഡ്വക്കേറ്റ് മാഗിയെ നോക്കി. എന്നിട്ടും അയാളുടെ മരണവാർത്ത അറിഞ്ഞിട്ട് നിങ്ങൾ തകർന്നു പോയത്? ശ്യാം എനിക്ക് അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. മാഗി മേഡത്തിൻ്റെ പെൺമക്കൾ സൂസനും സോമിയും സിനിയും വിടർന്ന മിഴികളോടെ ഏതോ അത്ഭുതകഥ കേൾക്കുന്ന മട്ടിൽ നിൽക്കുകയാണ്. ഏറെ അത്ഭുതം ഗിരിക്കും ചോട്ടുവിനുമായിരുന്നു. അവർ പരസ്പരം നോക്കി. കണ്ണുകളുടെ ശത്രുഭാവം ഏറെക്കുറെ നീങ്ങിയിരുന്നു. അമ്മുവും നന്ദിതയും നിറകണ്ണുകളോടെ നിന്നു. കേസ് വഴിതിരികയാണോ? അമ്മു നിശബ്ദം പ്രാർത്ഥിച്ചു. നന്ദിത കൈകൂപ്പി. ശ്യാംസുന്ദർ നിങ്ങളുടെ സഹോദരൻ്റെ സ്പോൺസർഷിപ്പിൽ അനാഥാലയത്തിൽ വളർന്നവനാണെന്ന ബന്ധമല്ലേ ഉള്ളൂ? അതെ, ശ്യാമിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മൂത്ത സഹോദരൻ ആൻ്റണി ഡിമ്മോയാണ് നോക്കിയിരുന്നത്. ശ്യാംസുന്ദറിന് ഈ ആൻ്റണി ഡിമ്മോയെ നേരിട്ട് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ ഓർഫനേജിൽ ചെന്ന് അവനെ കാണാറുണ്ടായിരുന്നു. നിങ്ങളുടെ സഹോദരൻ ഒരു അനാഥ ബാലനെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലായിരുന്നോ? എന്തിന് ഞാൻ വിരോധിക്കണം? അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹമാണെങ്കിൽ ഒരു രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിവാഹിതനുമായിരുന്നു. ശ്യാമിനെ അദ്ദേഹം സ്വന്തം മകനായാണ് കരുതിയിരുന്നത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടും അവരെ ദത്തെടുത്ത് സഹായിക്കാതെ നിങ്ങളുടെ സഹോദരൻ ഒരു അനാഥ പയ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും മുതിർന്നതിൽ നിങ്ങൾക്ക് നീരസം പോലും തോന്നിയില്ലേ? ഇല്ല. ഒന്നാമത് അദ്ദേഹം ശ്യാമിനെ ദത്തെടുക്കുമ്പോൾ എൻ്റെ വിവാഹം നടന്നിട്ട് പോലുമില്ല. രണ്ടാമത് എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ അവരെ സ്നേഹം കൊണ്ട് പൊതിയാൻ അവരുടെ പപ്പയുണ്ടല്ലോ ഒപ്പം. സൂസനും സോമിയും സിനിയും ഞങ്ങൾ 2 പേരുടെയും ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അത്രമാത്രം അദ്ദേഹം അവരെ സ്നേഹിക്കുന്നുണ്ട്. വിവാഹശേഷവും നിങ്ങൾ ശ്യാംസുന്ദരെ കാണാൻ അനാഥാലയത്തിൽ പോകുമായിരുന്നോ? വിവാഹത്തോടെ എല്ലാവരും സ്വന്തം കുടുംബമായി ചുരുങ്ങിയാണല്ലോ പതിവ്. അതുകൊണ്ട് ഞാൻ പിന്നീട് അനാഥാലയത്തിൽ പോയതേയില്ല. അപ്പോൾ പിന്നീട് നിങ്ങൾ ശ്യാംസുന്ദറെ കണ്ടിട്ടില്ല എന്ന് കരുതാമോ? എൻ്റെ സഹോദരൻ ആൻ്റണി ഡിമ്മോ മരിച്ച ദിവസം ശവമടക്കിന് അവൻ ചർച്ച് സെമിട്രിയിൽ വന്നിരുന്നു. അപ്പോൾ അവൻ ഒരു യുവാവായി വളർന്നിരുന്നു. എൻ്റെ അടുത്ത് വന്ന് ആൻറ്റി എന്നെ ഓർക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ കരഞ്ഞതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടായിരുന്നു അത്? എൻ്റെ ഏക സഹോദരൻ്റെ മരണദിവസമായിരുന്നല്ലോ അത്. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉവ്. ഒരു ദിവസം അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി കിട്ടിയ വിവരം അറിയിക്കാൻ. അവൻ ഞങ്ങൾക്കായി ഒരു കേക്കും കുറേ ടോപ്പികളും കൊണ്ടുവന്നിരുന്നു. ചോട്ടുവും ഗിരിയും അമ്മുവും നന്ദിതയും വീർപ്പടക്കി നിന്ന് കഥ കേൾക്കുകയാണ്. തങ്ങൾക്ക് വളരെ കാലമായി പരിചിതയാണ് മാഗി. കൊല്ലപ്പെട്ട ശ്യാംസുന്ദർ ഇവരുടെ ബന്ധുവാണെന്നും അവരുമായി സോഫ്റ്റ് റിലേഷൻ ഉള്ളവനായിരുന്നുവെന്നും ഇതുവരെ അറിയുവാനേ കഴിഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ മാഗി മേഡം ഈ കേസിൽ ഒരു സുപ്രധാന വ്യക്തിയായി തീർന്നേക്കുമോ? ഞാൻ അപ്പോൾ 3 പെൺകുട്ടികളുടെ മമ്മിയായി കഴിഞ്ഞിരുന്നു. എൻ്റെ സൂസൻ യുവത്വത്തിലേക്ക് കാലൂന്നുകയും ചെയ്തിരുന്നു. മാഗി തുടർന്നു. പട്ടണത്തിലെ സാധാരണ കുടുംബങ്ങളുടെ പെൺകുട്ടികളുടെ അവസ്ഥയായിരുന്നില്ല എൻ്റെ കുട്ടികളുടേത്. പെൺകുട്ടികൾ മൂവരും മുഖം കുനിച്ച് നിൽക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ടാണ് മാഗി പറഞ്ഞത്. എൻ്റെ മക്കൾ നല്ല ചിട്ടയിലും അനുസരണയിലുമാണ് വളർന്നിരുന്നത്. മാന്യമായ വേഷമേ അവർ ധരിക്കുകയുള്ളൂ. ആൺകുട്ടികളുമായി അവർക്ക് ചെങ്ങാത്തമേ ഇല്ല. അതൊക്കെ അവരുടെ പപ്പായുടെ ട്രെയിനിങ് ആയിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എത്ര ഉദ്ഘോഷിച്ചാലും നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ ആൺകുട്ടികളുടെ അത്ര മെച്ചമൊന്നുമല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ കരുതലുള്ളവരായിരിക്കണം. സ്വയം സംരക്ഷിക്കപ്പെടണം. ചീത്തപ്പേരുണ്ടാക്കരുത്. പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അതിനിടയ്ക്ക് റൊമാൻസിലോ വഴിപിഴിച്ച ബന്ധങ്ങളിലോ ചെന്ന് ചാടാൻ പാടില്ല. ഇതൊക്കെ അവരുടെ പപ്പയുടെ ഉറച്ച അഭിപ്രായങ്ങളായിരുന്നു. എന്നിട്ട് ഞങ്ങളുടേത് ഒരു ഐഡിയൽ ഫാമിലി ആയിരുന്നു. വഴക്കുകളില്ല, ഒച്ചയോ ബഹളമോ ഇല്ല. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ കൊതിച്ചിരുന്നെങ്കിലും പെൺമക്കൾ ഞങ്ങൾക്ക് പൊന്മക്കൾ തന്നെയായിരുന്നു. പപ്പയും അമ്മയുമായിരുന്നു അവരുടെ ലോകം. അവരായിരുന്നു ഞങ്ങളുടെ ലോകം. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കിടക്കറയോട് ചേർന്നുള്ള ബെഡ്റൂമിൽ കിടന്ന് ഞങ്ങളുടെ മക്കൾ ഉറങ്ങി.
ഞങ്ങളുടെ മുറിയിലൂടെ കടന്നേ അവർക്ക് പുറത്തു പോകാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്ന കുട്ടികളുടെ നിശ്വാസ താളം തെറ്റിയാൽ അവരുടെ പപ്പ അറിയും. അത്രയ്ക്ക് ജാഗ്രതയായിരുന്നു അദ്ദേഹത്തിന്. എന്തിനെന്നറിയില്ല, മിസ്സിസ് മാർഗരറ്റ് ഏങ്ങലടിക്കുവാൻ തുടങ്ങി. അത് കണ്ട് അവരുടെ പെൺമക്കളും ഏങ്ങലടിച്ചു. നിങ്ങളുടെ കഥ കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും ഈ കേസുമായി ബന്ധമില്ലാത്തതിന് അല്പം ചുരുക്കിയാൽ കൊള്ളാം. ന്യായാസനത്തിൽ നിന്നുമായിരുന്നു ആ നിർദ്ദേശം. മിസ്സിസ് മാർഗരറ്റ് റൊസാരിയോ തൂവാലുകൾ കൊണ്ട് മുഖം തുടച്ച് നിവർന്നു നിന്നു. ആവുന്നത്ര ചുരുക്കി ഞാൻ പറഞ്ഞുകൊള്ളാം. അവർ തൻ്റെ പെൺമക്കളുടെയും അവരുടെ പപ്പയെയും നോക്കി. മിസ്റ്റർ റൊസാരിയോ മാഗി മേഡത്തിൻ്റെ നോട്ട് എത്തുന്നിടത്തു നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. പറഞ്ഞു വന്നത് ഇത്രമേയുള്ളൂ. ശ്യാംസുന്ദർ അന്ന് ഞങ്ങളുടെ വീട്ടിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ കുടുംബ സ്വർഗമായിരുന്നു. ആ വാചകം ഗിരിയിലും ചോട്ടുവിലും അമ്മുവിലും നന്ദിയിലും എല്ലാം നടുക്കമുണ്ടാക്കി. ചെന്നു കയറുന്നിടത്തെല്ലാം ദുരന്തം വിതയ്ക്കുന്ന പിശാച്. അതല്ലേ ശ്യാംസുന്ദർ? അവർ കടന്നു വരുന്നതുവരെ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു! എല്ലാം തകർന്നില്ലേ? ഗിരിധർ തിരിഞ്ഞ് നന്ദിതയെ നോക്കി. അതേ നിമിഷം തന്നെ നന്ദിതയുടെ കണ്ണുകൾ ഗിരിധറിൽ ഉടക്കി. രണ്ടുപേരുടെ കണ്ണുകളിൽ ഈറൻ പടർന്നിരുന്നു. എന്നാൽ ചോട്ടുവിനോ അമ്മുവിനോ പരസ്പരം നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ശ്യാംസുന്ദർ നിങ്ങളുടെ വീട്ടിൽ എത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? വക്കീൽ ആരാഞ്ഞു. അന്ന് ആദ്യമായി അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ആൻറ്റിയെ മമ്മി എന്ന് വിളിച്ചോട്ടെ എന്ന്. മാഗിയുടെ കണ്ണ് ഇടറി. എന്നോട് അതിരഹസ്യമായാണ് അവൻ ചോദിച്ചത്. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു മകന് വേണ്ടി കൊതിച്ചവളാണല്ലോ ഞാൻ. നോക്കൂ, ഈ ചോട്ടുവിനെ പോലും ഞാൻ എൻ്റെ മകനായിട്ടാണ് കരുതിയിട്ടുള്ളത്. ശ്യാംസുന്ദർ അച്ഛനോ അമ്മയോ ഇല്ലാത്ത കുട്ടി. ഓർഫനേജിന് മുന്നിലെ ഓടയുടെ വക്കിൽ നിന്നുമാണത്രേ ഒരു പ്രഭാതത്തിൽ അവനെ കന്യാസ്ത്രീകൾക്ക് കിട്ടിയത്. അത്തരം ഒരു കുട്ടിയാണ് ചോദിക്കുന്നത്. എൻ്റെ 15-ാം വയസ്സിൽ ഞാൻ പ്രസവിച്ചിരുന്നെങ്കിൽ എനിക്ക് ശ്യാംസുന്ദറിൻ്റെ പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായേനെ. നിങ്ങൾ അവന് എന്തു മറുപടി നൽകി? ധൈര്യമായി വിളിച്ചോളൂ എന്ന്. ഇനി മുതൽ ഞാൻ നിൻ്റെ മമ്മിയായിരിക്കും, എൻ്റെ പെൺമക്കൾ നിൻ്റെ സഹോദരിമാരും. അവൻ അപ്പോൾ എന്നോട് വല്ലപ്പോഴുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതിനുള്ള അനുവാദം ചോദിച്ചു. എന്നിട്ട് ആവുമ്പോഴൊക്കെ എൻ്റെ മോൻ വന്നോളൂ എന്നായിരുന്നു ഞാൻ മറുപടി നൽകിയത്. അവൻ്റെ മുഖത്ത് ലോകം പിടിച്ചടക്കിയ സന്തോഷം. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന കേക്കും ടോഫികളും എടുത്ത് വലിച്ചെറിഞ്ഞ ശേഷം എൻ്റെ ഭർത്താവ് അവൻ ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. കാരണം 3 പെൺകുട്ടികളുള്ള വീടാണ് ഞങ്ങളുടേത്. മക്കളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളാണുള്ളത്. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ശരിയായിരിക്കും. മകനായി സങ്കല്പിച്ചാലും അന്യനായ ഒരു ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം പെൺകുട്ടികളിൽ എന്തു പ്രതികരണമാണ് ഉണ്ടാക്കുക എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ ശ്യാമിനെക്കുറിച്ച് ഒരുപാട് ചീത്തക്കഥകൾ കേൾക്കുന്നതായും പറഞ്ഞു. എൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിമ്മിട്ടത്തോടെയാണെങ്കിലും അദ്ദേഹത്തെ അനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നീട് എന്തു സംഭവിച്ചു? ഒരു ഞായറാഴ്ച സായന്തരം എൻ്റെ ഭർത്താവ് ഏതോ സുഹൃത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. ചില ഗൈനിക് പ്രശ്നങ്ങളാൽ ഞാനും മക്കളും വീട്ടിൽ തങ്ങി. അപ്പോഴായിരുന്നു ശ്യാമിൻ്റെ 2ാം സന്ദർശനം. നിങ്ങൾ ധർമ്മസങ്കടത്തിലായി. ഉവ്വ്. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഞാൻ അവനോട് ഇനി മേലിൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞു. എന്നിട്ട് 23-24 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. തുടർന്ന് അവൻ എല്ലാം എന്നോട് പറഞ്ഞു. എല്ലാം. ശ്യാംസുന്ദർ ആരെന്ന് എനിക്കേ അറിയൂ, എനിക്ക് മാത്രമേ അറിയൂ. അവനെ കൊന്നവർ ആരായാലും അവർ ചെയ്തതൊരു മാപ്പർഹിക്കാത്ത പാതകമാണ്. പറഞ്ഞു നിർത്തി ആരെയോ തിരഞ്ഞെന്നോണം അവർ ചുറ്റും കണ്ണോടിച്ചു. അപ്പോൾ ശ്യാംസുന്ദറെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം? അഡ്വക്കേറ്റ് മാഗി മാഡത്തോട് ചോദിച്ചു. അറിയാം. അപ്പോഴും അവർ കണ്ണുകളാൽ ആരെയോ തിരിയുകയായിരുന്നു. ഒടുവിൽ നിരാശയോടെ ന്യായാസനത്തിലേക്ക് തിരിഞ്ഞു. ശ്യാംസുന്ദറിൻ്റെ കൊലപാതകയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. മാഗി റൊസാരിയോ അറിയാതെ ഒന്ന് ഞെട്ടി. അതോടെ നിശബ്ദനാവുകയും ചെയ്തു. ഏതായാലും ശ്യാംസുന്ദറിനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം കോടതിയിൽ ബോധിപ്പിക്കാൻ താങ്കൾ സന്നദ്ധിയായിരിക്കുമല്ലോ. അതെ. വീണ്ടും മാഗി മേഡത്തിന് ശബ്ദം കിട്ടി. പറയൂ, ശ്യാംസുന്ദറെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഒരു പെൺവേട്ടക്കാരനായിട്ടാണല്ലോ ശ്യാമിനെ എല്ലാവരും ചിത്രീകരിച്ചിരുന്നത്. കാണുന്ന സുന്ദരികളെ എല്ലാം നമ്പർ ഇട്ട് നടക്കുന്നവൻ. ഈ കേസിൻ്റെ വിചാരണകൾക്കിടയ്ക്കും പലവട്ടം അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ലെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ, അത് ശരിയല്ല. ശ്യാം ഒരു പാവമായിരുന്നു. ദുർബല ഹൃദയനായിരുന്നു. ഒരു പെൺകുട്ടിയോടും അവൻ മര്യാദ വിട്ട് ഇടപെട്ടിട്ടില്ല. ഗിരിയിലും ചോട്ടുവിലും ഞെട്ടൽ. അവർ പരസ്പരം നോക്കി. കള്ളം കള്ളം. ഗിരി പിറുപിറുത്തു. പക്ഷെ ചോട്ട് ശബ്ദിച്ചില്ല. ശ്യാംസുന്ദറെ ഒന്നിലധികം പ്രാവശ്യം ഈ പട്ടണത്തിലുള്ള ചില ഹോട്ടലുകളിൽ നിന്നും
പല കുപ്രസിദ്ധ വേശികളോടുമൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വക്കീൽ പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ അവൻ ഒരിക്കലും ഒരു വ്യഭിചാരിയായിരുന്നില്ല. മാർഗരറ്റ് റൊസാരിയോ അതെങ്ങനെ സത്യമാവും? വേശ്യകളെ ഹോട്ടൽ മുറികളിൽ വിളിച്ചു വരുത്തുന്നത് വ്യഭിചാരത്തിനെതിരെ ഉപദേശിച്ച് അവരെ ആ തൊഴിലിൽ നിന്നും പിന്തിരിപ്പിക്കാനായിരിക്കില്ലല്ലോ. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്ന് നാം ചിലപ്പോൾ തർക്കിക്കാറില്ലേ? മഞ്ഞു ഇരുന്നത് കണ്ടാൽ പുകയാണെന്ന് തോന്നാറില്ലേ? മഞ്ഞിൻ്റെ അടിസ്ഥാനം തീയല്ലല്ലോ, തണുപ്പല്ലേ? അഭിഭാഷകനിൽ ഒരു ചെറു നടുക്കമുണ്ടായി. അദ്ദേഹം മിസ്സിസ് റൊസാരിയോയെ അത്ഭുതത്തിൽ നോക്കി. കൊല്ലപ്പെട്ട ശ്യാം സുന്ദർ പരിശുദ്ധനായിരുന്നുവെന്ന് സമർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് വേണം. ഞാൻ പറഞ്ഞല്ലോ, ശ്യാം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഇനിമേലിൽ അവിടെ വരരുതെന്ന് ഞാൻ താക്കീത് നൽകിയത്. അന്ന് അവൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. താൻ ഒരു പെൺവേട്ടക്കാരനല്ല എന്നാണോ അയാൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലെ അത് മുഖവിലക്കെടുക്കാൻ കോടതിക്കാവില്ല. ഈ കേസുമായി ബന്ധപ്പെടുത്തി അതിസുന്ദരികളായ 2 പെൺകുട്ടികളെ കോടതി വിസ്തരിച്ചതാണല്ലോ. ശ്യാം സുന്ദർ മര്യാദ വിട്ട് അവരോട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. മിസ്സിസ് റൊസാരിയോ കോടതി മുറിയിൽ രണ്ടിടത്തായി ഇരുന്നിരുന്ന അമ്മൂനെയും നന്ദിതയെയും നോക്കി. അമ്മുവിൻ്റെയും നന്ദിതയുടെയും മുഖം ഒരുപോലെ കുനിഞ്ഞു. ശ്യാം സുന്ദറുമായുള്ള രംഗങ്ങൾ അവർ ഇരുവരും ഓർത്തു നോക്കി. ഒരു തമാശക്കാരനെ പോലെയാണ് അമ്മുവിൻ്റെ അടുത്ത് അയാൾ പെരുമാറിയത്. എന്നാൽ അന്തസ്സ് കെട്ട ഒരു ഫലിതൻ പോലും അയാൾ പറഞ്ഞിട്ടില്ല. ഗിരിയേട്ടനാണ് പറഞ്ഞത് അയാൾ ചീത്തയാണെന്നാണ്. അതുകൊണ്ടാണ് ഫോണിൽ ആരോ ശല്യം ചെയ്തപ്പോൾ അത് ശ്യാം സുന്ദർ ആയിരിക്കുമെന്ന് കരുതിയത്. സത്യത്തിൽ അയാൾ ഒരു വിടനാണെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ യാതൊന്നുമില്ല അമ്മുവിൻ്റെ കൈവശം. നന്ദിതയുടെ അവസ്ഥയോ അതുതന്നെയായിരുന്നു. ശ്യാം സുന്ദർ 2ഓ 3ഓ വട്ടം തങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അച്ഛനെ കാണാനായിട്ടാണ് വന്നത്. അച്ഛനുമായി കുറേ അധികം നേരം വാചകമടിച്ചാണ് പോകാറുള്ളത്. അതിനിടയ്ക്ക് തന്നോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ എന്നുപോലും സംശയമുണ്ട്. അച്ഛൻ അയാളെപ്പറ്റി നല്ല മതിപ്പായിരുന്നു. ഗിരിയേട്ടൻ പറയുന്നത് വരെ തനിക്കും. ഗിരിയേട്ടനാണ് പറഞ്ഞത് ശ്യാം സുന്ദർ കൊള്ളരുതാത്തവനാണെന്ന്. ഗിരിയേട്ടനുമായി അയാൾ വഴക്കിട്ടതിന് താനും സാക്ഷിയാണ്. അപ്പോൾ അയാളും എന്തൊക്കെയോ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് അയാൾ ഒരു പെൺവേട്ടക്കാരനാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷം ശ്യാം സുന്ദറെക്കുറിച്ച് കേട്ടതെല്ലാം വൃത്തികെട്ട കഥകളായിരുന്നു. മറ്റൊരു തരത്തിൽ കേട്ടത് ഇപ്പോൾ മേഗി മാഡത്തിൻ്റെ നാവിൽ നിന്നാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ശ്യാം സുന്ദർ ഏതു തരക്കാരനായിരുന്നു? ഇല്ല, തനിക്കറിയില്ല. നന്ദിത മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. ചോട്ടുവിനാണെങ്കിൽ പരിചയത്തിൻ്റെ തുടക്കത്തിൽ ശ്യാം സുന്ദർ നല്ല കുടുംബത്തിൽ പിറന്ന ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. സ്മാർട്ട് ആൻഡ് ഡീസൻറ്റ്, സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങളുള്ളവൻ, സുന്ദരൻ, മധുരമായി സംസാരിക്കുന്നവൻ. അവനൊരു അനാഥനായിരുന്നുവെന്ന കാര്യം പോലും കൊല്ലപ്പെട്ട ശേഷമാണ് അറിയുന്നത്. തൻ്റെ അമ്മയ്ക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു, അവന് അമ്മയെയും. അമ്മുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഗിരി പറഞ്ഞപ്പോഴാണ് അവൻ്റെ കറുത്ത കഥകൾ അറിയുന്നത്. പിന്നീട് മറ്റു ചിലരുടെ നാവുകളിൽ നിന്നും അത്തരം ചില വാർത്തകൾ കേട്ടു. പിണങ്ങിയപ്പോൾ അവൻ്റെ തന്നെ നാവിൽ നിന്നും പുറപ്പെട്ട ചില ദുഷിച്ച ഭീഷണികൾ കേട്ടപ്പോൾ മുമ്പ് കേട്ടതെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ മാഗി ആൻറ്റി പറയുന്നത് ശരാശരിയിൽ ഉയർന്ന സ്ത്രീയാണ് മാഗി ആൻറ്റി. തനിക്ക് അടുത്തറിയാം, അപൂർവ നന്മകളുള്ള സ്ത്രീ. അടുത്താൽ മറകളില്ലാതെ അടുക്കും, എന്ത് സഹായത്തിനും സന്നദ്ധയാവും എന്ന് വെച്ച് ഒരു വിഡ്ഢിയൊന്നുമല്ല. വേണ്ട സന്ദർഭങ്ങളിൽ തികച്ച തൻ്റേടിയാണ്. ശ്യാം സുന്ദർ വിചാരിച്ചാൽ അവരെ നുണ പറഞ്ഞ് പറ്റിക്കാനൊന്നും കഴിയില്ല. മരിച്ചുപോയ ശ്യാം സുന്ദറിൻ്റെ വ്യക്തിത്വം സംസ്കരിക്കാൻ വേണ്ടി അവർ നുണ പറയാനും തയ്യാറാവില്ല. അപ്പോൾ പിന്നെ ചോട്ടു വിസ്മയത്തിൽ ഗിരിധര നോക്കി. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ശ്യാം സുന്ദറുമായി ഗിരിക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടായത് ടൗണിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഒരു പെണ്ണിനോടൊപ്പം അവനെ പോലീസ് റെയ്ഡ് ചെയ്തുകൊണ്ട് പോകുന്നത് താൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. കുനിഞ്ഞ ശിരസോടെ അവൻ ഹോട്ടലിൻ്റെ കോറിഡോറിലൂടെ നടന്നു പോകുന്നത്. എന്നാൽ അത് പുകയല്ല, മഞ്ഞാണെന്നാണ് മാർഗരറ്റ് റൊസാരിയോ പറയുന്നത്. മാഗി മാഡം ഒരു മാന്യ വനിതയാണ്, ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സിൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയും. ചോട്ടുവിനോടൊപ്പം അവരുടെ വീട്ടിൽ പോയിട്ടുമുണ്ട്. ഒരിക്കലൊരു പാർട്ടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവനും ശ്യാം സുന്ദറുമായി ഇപ്പോൾ കേട്ടതുപോലെയുള്ള ഒരു ബന്ധമുള്ള കാര്യം തികച്ചു പുതിയ അറിവാണ്. കണ്ണിൽ നിറയെ സംശയവുമായി ഗിരിധർ നിന്നു. ശ്യാം സുന്ദർ മര്യാദ വിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് അമ്മുവിനോടും നന്ദിതയോടും ചോദിക്കാനാണ് മിസ്സസ് റൊസാരിയോ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമ്മുവും നന്ദിതയും അടക്കം കോടതി മൊത്തം നിശ്ചലമാവുന്നത് കണ്ടപ്പോൾ മാഗി മേഡത്തിൻ്റെ ഉത്സാഹം വർദ്ധിച്ചു. എനിക്കറിയാം, അവർ തുടർന്നു. ശ്യാം സുന്ദർ ചീത്തയായിരുന്നു എന്നതിന് ആരുടെ കയ്യിലും വ്യക്തമായ തെളിവുകളില്ല. സത്യം മനസ്സിലാക്കാതെ ആളുകൾ അവനെ ഒരു പിശാചായി ചിത്രീകരിച്ചു. അല്ലെങ്കിൽ അവൻ സ്വയം അങ്ങനൊരു പൊയ്മുഖം എടുത്തടിഞ്ഞതാവാം. അതെ, അതാണുണ്ടായത്. ഒടുവിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ആരോ അവനെ ഇല്ലാതാക്കി. പാവം കുട്ടി. ഇപ്പോഴും താങ്കൾ പറഞ്ഞതൊന്നും കോടതിക്ക് വ്യക്തമായിട്ടില്ല, വക്കീൽ അറിയിച്ചു. ഞങ്ങൾക്കൊരാവശ്യം
ഞങ്ങൾക്ക് ആവശ്യം ശ്യാംസുന്ദറിൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കാൻ പോകുന്ന എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതാണ്. അവിടേക്കാണ് ഞാൻ വരുന്നത്. മാഗിയർ റൊസാരിയോ തുടർന്നു. ശ്യാം ഒരു മനോരോഗിയായിരുന്നു എന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യമാണ്. അത് ശരിയല്ല, വക്കീൽ വാദിച്ചു. അമിതവും അസാധാരണവുമായ ലൈംഗികാസക്തിയായിരുന്നു അയാളുടെ രോഗം. പെണ്ണിൽ നിന്നും പെണ്ണിലേക്ക് അയാൾ പറന്നു നടന്നു. വേശ്യകളും കുലവധൂടികളും ശ്യാംസുന്ദറിന് ഒരുപോലെയായിരുന്നു. ബന്ധപ്പെടുന്ന സ്ത്രീകളുടെ എല്ലാം കിടക്കറിയിൽ താൻ സൂക്ഷിക്കുന്ന പ്രത്യേകതരം തുവാല ഉപേക്ഷിച്ച് പോരുന്നതായും അയാളുടെ ഒരു വിനോദമായിരുന്നുവെന്ന് കോടതിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും മധ്യവയസ്കയായ താങ്കൾ ശ്യാംസുന്ദറിൻ്റെ കറുത്ത ഭൂതകാലം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നതാണ് മനസ്സിലാകാത്തത്. മാഗി റൊസാരിയോയുടെ മുഖം അഭിമാനത്താൽ ചുവന്നുപോയി. ഒരു നിമിഷം നിശ്ചലം നിന്ന ശേഷം മാഗി പറഞ്ഞു തുടങ്ങി. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് AT അലക്സാണ്ടർ എന്ന മനോരോഗ ചികിത്സകൻ്റെ അടുത്ത് അനിസ് സക്കറിയ എന്ന പേരിൽ അവൻ ചികിത്സയ്ക്ക് പോയിരുന്നു. മിസ്റ്റർ അലക്സാണ്ടറിൻ്റെ കേസ് ഡയറി പരിശോധിച്ചാൽ കോടതിക്ക് ശ്യാംസുന്ദറിൻ്റെ രോഗം എന്തായിരുന്നുവെന്ന് മനസ്സിലാകും. ഇതൊക്കെ ശ്യാംസുന്ദർ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളല്ലേ? അതെ, സംശയിക്കേണ്ട, അവ സത്യങ്ങളാണ്. എങ്കിൽ AT അലക്സാണ്ടറുടെ കേസ് ഡയറി പരിശോധിക്കും മുമ്പ് ശ്യാംസുന്ദർ നിങ്ങളോട് പറഞ്ഞ ആ രോഗം എന്തായിരുന്നുവെന്ന് കോടതി അറിയട്ടെ. അനാഥനായ ശ്യാം തൻ്റെ ഏറ്റവും വലിയ ശത്രുവായാണ് ഒരിക്കലും കണ്ടിട്ടല്ലാത്ത അമ്മയെ കരുതിയിരുന്നത്. അവർ ഒരു വേശ്യയോ ദുർമാർഗിയോ ആയിരിക്കാമെന്ന് അവൻ പറഞ്ഞു. അമ്മയോടുള്ള വെറുപ്പ് മൂലമാവാം ജീവിതത്തിലെ ഒരു ഘട്ടം വരെ അവൻ സ്ത്രീവർഗത്തെ മൊത്തം വെറുത്തിരുന്നു. കോടതി അവിശ്വസനീയതയോടെയാണ് ആ കഥ കേട്ടുകൊണ്ടിരുന്നത്. മാഗി മേഡം നിർത്തലില്ലാതെ തുടർന്നു. കാഴ്ചയ്ക്ക് സുമുഖനായിരുന്ന അവനുമായി അടുക്കാൻ പല പെൺകുട്ടികളും ശ്രമിച്ചു. അവനപ്പോൾ അറപ്പോടെ അകന്നുമാറി. ഇതിനിടയിൽ ഒരുവൾ അവനെ ഇമ്പോർട്ടൻ്റ് എന്ന് ആക്ഷേപിച്ചു. അതവനിൽ അതിഭയങ്കരമായ ഷോക്കുണ്ടാക്കി. സ്ത്രീകളെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും ഷണ്ടൻ എന്ന പരിഹാസത്തെ അവൻ ഭയന്നു. അതിനാൽ താൻ വികാരരഹിതനല്ലെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അവൻ കാണുന്ന സുന്ദരികളെ എല്ലാം കീഴ്പ്പെടുത്തിയതായി അപവാദ കഥകൾ പ്രചരിപ്പിച്ചു. പെൺകുട്ടികളെ നമ്പറിടുന്നതും അവരുടെ കിടക്കറയിൽ സ്വന്തം തൂവാലകൾ നിക്ഷേപിക്കുന്നതും ക്രമേണ അവൻ്റെ ശീലമായി. മാറ്റാൻ വയ്യാത്ത ശീലം. താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ വേശ്യകളെ വിളിച്ചു വരുത്തിയിരുന്നതും അതേ ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഒടുവിൽ മാഗി മാഡം മുഖം പൊത്തിപ്പിടിച്ചു. ഒടുവിൽ വക്കീൽ ഉത്കണ്ഠയോടെ മാഗി മാഡത്തെ നോക്കി. അവൻ സ്വന്തം വ്യക്തിത്വത്തിൽ അടിച്ചേൽപ്പിച്ച ദുഷ്പേര് തന്നെയാവാം അവൻ്റെ ദുരന്തത്തിന് കാരണമായത്. അപ്പോൾ ശ്യാംസുന്ദർ ഒരു പെൺവേട്ടക്കാരനായിരുന്നില്ലെന്നോ? വക്കീൽ ചോദിച്ചു. ശ്യാംസുന്ദർ ചതിച്ച, നശിപ്പിച്ച നിരവധി പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച വിവരം. എങ്കിൽ ഒരു പെൺകുട്ടിയെങ്കിലും വന്ന് ഈ കോടതിയിൽ ബോധിപ്പിക്കട്ടെ ശ്യാംസുന്ദർ അവളെ ചതിച്ചുവെന്ന് മാഗി ആവശ്യപ്പെട്ടു. വക്കീലിനോടൊപ്പം കോടതിയും നിശബ്ദമായി. വക്കീൽ മെല്ലെ മുഖം തിരിച്ച് ന്യായാധിപനെ നോക്കി. ന്യായാധിപനും ആകെ കുഴങ്ങിയ മട്ടാണ്. അതോടെ വക്കീൽ വീണ്ടും മാഗി മേഡത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ തെറ്റിദ്ധാരണയാണ് ശ്യാംസുന്ദറിൻ്റെ അന്ത്യത്തിന് കാരണമെന്നാണോ മിസ്സസ് മാർഗരറ്റ് പറയുന്നത്? അതെ, അങ്ങനെ ഊഹിക്കുന്നു. മാഗി മേഡം തുടർന്നു. അവൻ സ്വയം സൃഷ്ടിച്ച തെറ്റിദ്ധാരണ എവിടെയും അവന് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കാനുള്ള ഈ ബുദ്ധിമുട്ട് ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊടുവിൽ അവിശ്വാസമായി. അവൻ്റെ സങ്കടം എനിക്ക് മനസ്സിലായി. ആൺമക്കൾ ഇല്ലാതിരുന്ന എനിക്ക് അവൻ എൻ്റെ മകനായിരുന്നു. എന്നാൽ അവന് ഞാൻ മമ്മി മാത്രമായിരുന്നില്ല, ഒരു കുമ്പസാരക്കൂടുമായിരുന്നു. പള്ളികളിലെ പാതിരികളെക്കാളും സാന്ത്വനങ്ങൾ വിൽക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരെക്കാളും അവൻ എന്നെയാണ് വിശ്വസിച്ചത്. മാഗി മേഡത്തിൻ്റെ സ്വരത്തിൽ ഇടർച്ചയുണ്ടായി. അവൻ ആദ്യമായി ഒരു സ്ത്രീയോട് ആദരവ് തോന്നിയത് എന്നോടാണത്രേ. സ്വന്തം അമ്മയോടുള്ള അവൻ്റെ വെറുപ്പ് അലിഞ്ഞതും എന്നെ പരിചയപ്പെട്ട ശേഷമാണത്രേ. ലോകം മുഴുവൻ അവനെ പെൺപിടിയനായി കരുതി. അവനാണെങ്കിൽ ലോകത്തിലുള്ള സർവ്വ പെൺകുട്ടികളെയും കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞു നടന്നു. എന്നാൽ എൻ്റെ പെൺമക്കൾ അവന് സ്വന്തം അനുജത്തിമാരായിരുന്നു. അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളോടുമുള്ള അവൻ്റെ ഉള്ളിലെ ഭാവം അതായിരുന്നിരിക്കാം. ഹൃദയം അറിയാതെയായിരുന്നത്രേ അവൻ്റെ നാവ് സ്ത്രീകളെക്കുറിച്ചുള്ള അപവാദങ്ങൾ ചമച്ചിരുന്നത്. എനിക്ക് ആരുമില്ല മമ്മി. ഒരിക്കലും അവൻ എൻ്റെ മടിയിൽ മുഖം വെച്ച് കിടന്ന് ഏങ്ങി ഏങ്ങി കരഞ്ഞു. ഗിരിയും ചോട്ടുവും വീർപ്പുമുട്ടലോടെ നിൽക്കുകയായിരുന്നു. അതേ അവസ്ഥയായിരുന്നു നന്ദിതയ്ക്കും അമ്മുവിനും. ന്യായാധിപൻ്റെ വാദിഭാഗം വക്കീലിൻ്റെയും കണ്ണുകൾ ആ 4 പേരെയും തേടി ചെന്നു. ഗിരിധറും ശ്യാംസുന്ദറുമായി വഴക്കിട്ട വിവരം വിചാരണയുടെ തുടക്കത്തിലെ കോടതിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ചോട്ടുവും ശ്യാംസുന്ദറുമായുള്ള വഴക്ക് ചോട്ടുവും അയാളുടെ വക്കീലും ആദ്യം കോടതിയിൽ നിഷേധിച്ചിരുന്നതാണ്. ഒടുവിൽ ഗിരിധറും ചോട്ടുവും ഒരുപോലെ കുറ്റം ഏൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ആരാണത് ചെയ്തതെന്ന് ഉറപ്പിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു കോടതിക്ക്. ഇപ്പോൾ മിസ്സിസ് മാഗി റൊസാരിയോയുടെ മൊഴിയും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ശ്യാംസുന്ദറിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ അവർക്ക് കഴിഞ്ഞു.
അവരുടെ മൊഴി സത്യസന്ധമാണെങ്കിൽ ശ്യാംസുന്ദറിൻ്റെ ആത്മാവിനെ സഹാനുഭൂതിയോടെ വീക്ഷിക്കാൻ കോടതിക്ക് കഴിയും. അതുകൊണ്ട് കൊല്ലപ്പെട്ട ശ്യാംസുന്ദറിന് യാതൊരു പ്രയോജനവും ഇല്ലതാനും. നോവൽ നാളെ വീണ്ടും തുടരും.